പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്താൻ വിമതർ മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻഡെ മാതൃകയിലുള്ള ഷിൻഡെ മോഡൽ തന്ത്രം പ്രയോഗിക്കുന്നതായി റിപ്പോർട്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത പരാജയത്തിന് പിന്നാലെയാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഉലച്ചുകൊണ്ട് ടിഎംസിയിൽ ഈ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ രാഷ്ട്രീയ അട്ടിമറിയുടെ പ്രധാന കാരണങ്ങളും നിലവിലെ സാഹചര്യങ്ങളും എന്താണെന്ന് കൂടി നോക്കാം. എന്താണ് ബംഗാളിലെ ഷിൻഡെ മോഡൽ? എംഎൽഎമാരുടെ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റം. പാർട്ടിയിലെ മൊത്തം 80 എംഎൽഎമാരിൽ 58 പേരും മമതാ ബാനർജിയുടെ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു. ആന്റി ഡിഫെക്ഷൻ നിയമത്തിൽ നിന്നുള്ള പരിരക്ഷ. കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ 2/3 ഭൂരിപക്ഷം വിമത എംഎൽഎമാർ മറികടന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഋതബത്ര ബാനർജിയുടെ നേതൃത്വത്തിലാണ് വിമതർ ഒത്തുകൂടിയത്. 58 എംഎൽഎമാരുടെ ഒപ്പോടുകൂടിയ കത്ത് സ്പീക്കർക്ക് നൽകി തങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷ ഗ്രൂപ്പായി അംഗീകരിക്കേണ്ടത് എന്ന് ഇവർ ആവശ്യപ്പെട്ടു. മമതയുടെ അനന്തരവനും പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും പാർട്ടിയിലെ അമിത സ്വാധീനത്തിലുമാണ് വിമതർക്ക് പ്രധാനമായും അമർഷമുള്ളത്. എംഎൽഎമാർക്ക് പുറമെ പാർട്ടിയുടെ 19ഓളം ലോക്സഭാ എംപിമാരും നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് ഡൽഹി സ്പീക്കറെ കാണാൻ ഒരുങ്ങുകയാണ്. കഗോലി ഘോഷ്, ദസ്തിദാർ, സയാനി ഘോഷ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇതിനകം തസ്തികകൾ രാജിവെച്ചു. വിമത എംപിമാരുടെ സംഘം തങ്ങളുടെ അയോഗ്യതയെ ഒഴിവാക്കാനായി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ലയിക്കാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി ഏകനാഥ് ഷിൻഡെ പാർട്ടി ചിഹ്നവും പേരും സ്വന്തമാക്കിയതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ഔദ്യോഗിക ചിഹ്നവും അവകാശപ്പെടാനാണ് ബംഗാളിലെ വിമത വിഭാഗവും ഇപ്പോൾ നിയമവിദഗ്ധരുമായി ആലോചിക്കുന്നത്. മമതാ ബാനർജിയുടെ 28 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയാണിത്. പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും തൃണമൂലിന്റെ പാർലമെന്ററി പാർട്ടി നേതാവുമായിരുന്ന മുതിർന്ന വിമത നേതാവ് സുദീപ് ബന്ദോപാധ്യായാണ് ഡൽഹിയിൽ ഈ നിർണായക നീക്കങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. കനത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതാ വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് വിമതർ തങ്ങളുടെ നിലവിലെ ഭൂരിപക്ഷം ഉപയോഗിക്കുന്നത്. കൃത്യമായി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്ന് സുദീപ് ബന്ദോ ഉപാധ്യായ വ്യക്തമാക്കി. എന്നാൽ പാർട്ടിയുടെ പേരും ചിഹ്നവും പെട്ടെന്ന് സ്വന്തമാക്കാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം തങ്ങൾക്കറിയാമെന്നും അതിനായി വരും മാസങ്ങളിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ശിവസേന, ശരത് പവാറിന്റെ എൻസിപി, ബീഹാറിലെ എൽജെപി എന്നിവയിലെ പിളർപ്പിന് സമാനമായ നിയമപരമായ മുൻഗണനകൾ പിന്തുടർന്നായിരിക്കും തൃണമൂലിലെയും വിമതരുടെയും തുടർന്നുള്ള നീക്കങ്ങൾ. മുൻപ് നടന്ന ഇത്തരം പിളർപ്പുകളിൽ ഭൂരിപക്ഷമുള്ള വിഭാഗത്തിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതികളും നിലകൊണ്ടത് എന്നത് വിമതർക്ക് ആത്മവിശ്വാസം നൽകുന്നു. യഥാർത്ഥ പാർട്ടി തങ്ങളാണെന്ന് സ്ഥാപിക്കാൻ സാധാരണയായി മറ്റൊരു പാർട്ടിയിൽ ലയിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഇവിടെ കളി മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള കടുത്ത നിയമപരമായ സങ്കീർണതകൾ ഒഴിവാക്കാനാണ് നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടിയിലേക്കുള്ള ഈ പെട്ടെന്നുള്ള ലയന തീരുമാനം. സഭ സമ്മേളിക്കുമ്പോൾ സാങ്കേതികമായി അയോഗ്യത വരാതിരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ലയിക്കുക എന്നത് അനിവാര്യമാണ്. പാർലമെന്റിൽ തങ്ങളെ പ്രത്യേക വിഭാഗമായി അംഗീകരിക്കാൻ സ്പീക്കർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഈ ലയനം വിമതർക്ക് കരുത്തു പകരും. അതേസമയം വിമതർ തങ്ങളുടെ നീക്കങ്ങളുമായി സ്പീക്കറെ കാണുന്നതിന് തൊട്ടു മുൻപ് തന്നെ മമതാ ബാനർജി അനുകൂലിക്കുന്ന ഔദ്യോഗിക തൃണമൂൽ നേതാക്കൾ പ്രതിരോധവുമായി രംഗത്തിറങ്ങി. മുതിർന്ന നേതാക്കളായ കീർത്തി ആസാദും സാഗരിക ഘോഷും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നേരിട്ട് കണ്ട് കത്ത് നൽകി. വിമതരുടെ യാതൊരുവിധ ആവശ്യങ്ങളും അംഗീകരിക്കരുതെന്നും അവർക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കരുതെന്നും കത്തിലൂടെ അവർ ആവശ്യപ്പെട്ടു. പാർലമെന്ററി പാർട്ടിയേക്കാൾ സംഘടനയായ രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇപ്പോഴും മുൻഗണനയെന്ന സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി ചൂണ്ടിക്കാട്ടിയാണ് തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. എംപിമാർക്ക് മാത്രമായി പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാൻ കഴിയില്ലെന്നും പാർട്ടിയുടെ പരമാധികാരം മമതാ ബാനർജി നയിക്കുന്ന ഔദ്യോഗിക കമ്മിറ്റിക്കാണെന്നും അതുകൊണ്ട് വിമതരുടെ പ്രത്യേക ബ്ലോക്ക് എന്ന ആവശ്യം തള്ളിക്കളയണമെന്നും കത്തിൽ ശക്തമായി വാദിക്കുന്നു. ആദ്യം 58 എംഎൽഎമാരുമായി തുടങ്ങിയ കലാപത്തിൽ വിമത നേതാവ് ഋതബത്ര ബാനർജി അവകാശപ്പെടുന്നത് പ്രകാരം ഇപ്പോൾ തങ്ങളെ പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ എണ്ണം 64 ഉയർന്നു. ആകെ ജയിച്ച 80 ടിഎംസി എംഎൽഎമാരിൽ ഭൂരിഭാഗവും ഇപ്പോൾ വിമതർക്കൊപ്പമാണ്. പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഋതബത്ര ബാനർജിയെ പുറത്താക്കിയെങ്കിലും മഹാരാഷ്ട്ര മോഡലിൽ ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുള്ളതിനാൽ അസംബ്ലി സ്പീക്കർ രതീന്ദ്ര ബോസ് അദ്ദേഹത്തെ നിയമസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവെ അംഗീകരിക്കുകയായിരുന്നു. മറ്റൊരു പാർട്ടിയിൽ ലയിക്കുന്നതിന് പകരം തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് സ്ഥാപിക്കാനും പാർട്ടിയുടെ ചിഹ്നവും പേരും പൂർണ്ണമായി കൈക്കലാക്കാനുമാണ് എംഎൽഎമാർ ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ കമ്മിറ്റികളും വരും ദിവസങ്ങളിൽ പിടിച്ചെടുക്കുമെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിൽ ഋതബത്ര വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നിയമസഭയിലെ തങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയെ വീഴ്ത്തി ഏകനാഥ് ഷിൻഡെ ശിവസേന പിടിച്ചെടുത്ത അതേ തന്ത്രമാണ് ബംഗാളിൽ മമതയ്ക്കെതിരെ ഋതബത്ര ബാനർജിയും സംഘവും പ്രയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.